Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. എവിടെയാണ് കള്ളൻ? വിടില്ല ഞാൻ അവനെ. നിൽക്കവിടെ. നീ തന്നെയാണ് നമ്മുടെ ഖജനാവ് കൊള്ളയടിച്ചത്. നാം നിനക്ക് അതിനുള്ള ശിക്ഷ തരാൻ വേണ്ടിയാണ് വന്നത്. തന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇത് ഞാൻ വളർത്തുന്ന തത്തയെ ഇവനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ചവിട്ടി താഴെയിട് ഞാൻ. ഇത് അവനല്ല. ശരീരം കൊണ്ടവൻ ചെറുതാണ്, മാത്രമല്ല നിറവും വേറെയാണ്. നാം നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ആരാണത് പറഞ്ഞത്? ആരാണ് നമ്മെ അപമാനിച്ചത്? പറയേ. ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വാ. വാ. ഞാനാണ്. താൻ എന്നെ എന്തോ ചെയ്യും? ഈ മരം കൊണ്ടുള്ള വാളുകൊണ്ട് എന്നെ വെട്ടോ? ആഹാ, കൊള്ളാലോ. നമ്മുടെ നാട്ടിലത്തെ മഹാരാജാവ് വന്നിരിക്കുന്നു. എന്നെ ആക്രമിക്കാൻ നിനക്ക് ധൈര്യമുണ്ടായല്ലേ? ഇതിന്റെ ഫലം നീ തീർച്ചയായും അനുഭവിക്കും. ഞങ്ങളുടെ ഏരിയയിൽ വന്നിട്ട് ഞങ്ങളെ തന്നെ ഭീഷണിപ്പെടുത്തുന്നോടാ. ഓടിയടാ അവനെ. ഇത് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇരുട്ടായത്? അയ്യോ, തൊട്ടുപോരുത്. നിങ്ങളെന്താ രാജാവിനെ ആക്രമിക്കാൻ നോക്കുവാണോ? നീ നമ്മെ തിരിച്ചറിഞ്ഞു. നീ ബുദ്ധിമാനാണ്. അയ്യോ രാജാവേ, ഞാൻ ബുദ്ധിമാനല്ല. സത്യത്തിൽ ഞാൻ ബുദ്ധി ക്യാറ്റാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ രാജാപുരിയിലെ രാജാവാണ്. രാജാ മഹാരാജയാണ്. അല്ലല്ല, താങ്കൾ വലിയൊരു മഹാരാജാവാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ പേരെന്താണ്? മഹാരാജ എന്നത് എന്റെ പേരാണ്. രാജാ മഹാരാജാ സിംഗ്. ഒരു കള്ളൻ എന്റെ കൊട്ടാരത്തിൽ നിന്നും പണം കൊള്ളയടിച്ച് കടന്നു കളഞ്ഞു. നാം അവനെ ശിക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. കാരണം 1735 ഏറ്റവും മികച്ച രാജാവാണ് ഞാൻ. 1735 ഇത് 2021 വർഷമാണ്. നീ വളരെ രസികനാണല്ലോ. ഇങ്ങനെ ഭൂതകാലത്ത് നിന്ന് എങ്ങനെ വന്നതല്ല. ഇതേതാണ് ഈ രാജ്യം? കണ്ടിട്ട് വിചിത്രമായിരിക്കുന്നു. എല്ലാവരുടെയും വസ്ത്രവും വേറെയാണ്. അല്ല, താങ്കൾ എങ്ങനെയാ വന്നത്? ഈ മുഷീന്റെ പുറത്തിരുന്നാണ് വന്നത്. മുഷീനോ? അത് ശരി, എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അതിന് മുഷീൻ എന്നല്ല, മെഷീൻ എന്ന് പറയുന്നത്. ടൈം മെഷീൻ. അത് ശരി. ഇവൻ നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം ഇവനെ നാം മുഷീൻ എന്നാണ് വിളിക്കാറ്. താങ്കൾ വളരെ ദൂരെ നിന്ന് വന്നതല്ലേ, ക്ഷീണിച്ചു കാണും. വരൂ, എന്റെ വീട്ടിലേക്ക് പോവാം. എവിടെയാണ്? അതിഥി ഗൃഹത്തിലാണോ? അയ്യോ അല്ല, ഗ്രഹത്തിലോട്ട് നമുക്കൊന്ന് റോക്കറ്റിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഖജനാവ് കൊള്ളയടിച്ച ആ കള്ളനെ പിടിക്കുന്നത് വരെ നാം ഇവിടെ എങ്ങോട്ടും വരില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ താങ്കളെ കൊണ്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. അവിടെയാണെങ്കിൽ ഒരുപാട് കള്ളന്മാരും ഉണ്ടാവും. ഓക്കെ അല്ലേ? അതിന്റെ അർത്ഥം നമുക്ക് ആ കള്ളനെ കിട്ടും. അതെ, തീർച്ചയായിട്ടും കിട്ടും. ഇപ്പൊ താങ്കൾ എന്റെ വീട്ടിലോട്ട് പോരെ, അല്ലെങ്കിൽ അപകടത്തിലാവും. എങ്കിൽ പിന്നെ മുഷീന്റെ പുറത്തിരുന്ന് നാം വന്നോളാം. പോകാം. ഇതിന് ട്രെയിൻ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. മെഷീന്റെ ഒരു ആവശ്യവും ഇല്ല. നമുക്ക് നടന്നു തന്നെ പോവാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കിതായി കുതിരപ്പുറത്ത് തന്നെ കയറി പോവാം.
game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. കൊറോണ ഇപ്രാവശ്യം മറ്റൊരു രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ഹണി, നീ ആരെയാ കൊണ്ടുവന്നിരിക്കുന്നത്? അടികൈ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യടി? ഇനി അങ്ങോട്ട് നമ്മ അപമാനിക്കുന്നതിന് മുമ്പായി ഒരു 10 പ്രാവശ്യമെങ്കിലും ആലോചിക്കണം. ഇല്ലെങ്കിൽ പിടിച്ചു കെട്ടി തുറങ്കിലടയ്ക്കും നാം. അടിച്ചു പൊളിച്ചു തിമിർത്തു. രാജാവിനെ പോലെ എത്ര നന്നായിട്ട് അഭിനയിക്കുന്നേ. വളരെ നന്ദി. താനെന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഇത്രയും ഭംഗിയുള്ള ഒരു തത്തയെ ഇതുവരെ കണ്ടിട്ടില്ലേ? എടാ കള്ള. എന്റെ കയ്യിൽ നിന്നും ഒരു കാരണവശാലും നീ രക്ഷപ്പെടില്ല. നാം നിന്നെ തീർച്ചയായും ശിക്ഷിച്ചിരിക്കും. അയ്യോ, ഇയാളെ ഭ്രാന്താശുപത്രിയിൽ വിളിച്ചോണ്ട് വന്നാണോ? മഹാരാജാവേ, ഇത് കള്ളനല്ല. ഇതെന്റെ കൂട്ടുകാരൻ പോപ്പട്ടാണ്. ഇവിടെ ഞങ്ങളുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. മഹാരാജാവേ, പോപ്പട്ട് ഇതുവരെ 1735 പോയിട്ടേ ഇല്ല. 1735? ആ അതെ, ഇദ്ദേഹം 1735 വരുന്നേ. ഇത് ശരിക്കൊരു മഹാരാജാവാണ്. രാജാ മഹാരാജ് സിംഗ്. എന്താ? 1735 ടൈം മെഷീനിൽ കയറി വന്നതാ ഇങ്ങോട്ട്. മെഷീന്റെ പുറത്തിരുന്നല്ല, ഈ മുഷീന്റെ പുറത്തിരുന്ന്. ആ അത് തന്നെ പറഞ്ഞേ. അതെ കൊച്ചളിയാ, ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ നമുക്ക് ഇദ്ദേഹത്തെ തിരിച്ച് ഇദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് പറഞ്ഞു വിടണം. നാം ഇവിടെ നിന്ന് പോവില്ല. നമ്മുടെ ഖജനാവ് കൊള്ളയടിക്കാൻ വന്ന ആ കള്ളനെ പിടിക്കുന്നത് വരെ നാം ഇവിടെ നിന്ന് തിരിച്ചു പോവില്ല. ഖജനാവ് കൊള്ളയടിച്ച കള്ളനോ? ശബരിമലയിൽ പുലിയുണ്ടെന്ന് നമുക്കറിയാം. ഇയാള് പറയുന്നതെല്ലാം കള്ളമാണെന്ന് ഇയാളുടെ മുഖം കണ്ടാൽ തന്നെ എനിക്കറിയാം. ആ കള്ളന്റെ ഈ ഭാഗത്തേക്കാ വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കള്ളനെ? അയ്യോ, ഇത് നമ്മുടെ തോത്താറാമിന്റെ ഫോട്ടോ അല്ലേ? ഫോട്ടോയോ? 1735 ക്യാമറ എവിടെന്നാ? ക്യാമറയുടെ കാര്യം വിട്ടേക്ക്, ഈ പ്രശ്നം ഒന്ന് പരിഹരിക്ക്. ഇത് നമ്മുടെ തോത്താറാമിന്റെ ഫോട്ടോ അല്ലേ? നാം ഇവനെ ആദ്യം ശിക്ഷിക്കും. അതിനുശേഷമേ നാം മടങ്ങി പോകുള്ളൂ. എന്താ ബായ്? അത് ശബ്ദം. അയ്യോ, തോത്താറാമിനെ ശിക്ഷിക്കാതെ ഇയാൾ ഇവിടുന്ന് മടങ്ങി പോകില്ല എന്നാ പറയുന്നേ. എന്തെങ്കിലും ഐഡിയ കണ്ടെത്തണം. അവൻ ഇവിടെ തന്നെ ഉണ്ട്. അവന്റെ ശബ്ദം ഞാൻ കേട്ടു. ഇല്ല, നിന്റെ ശബ്ദം അതുപോലെയല്ല. അല്ല, അത് പിന്നെ ഇവൻ നന്നായി മിമിക്രി ചെയ്യുന്നവനാ. ബണി, നീ ഒന്ന് ശബ്ദം മാറ്റിക്കേ. ഇവിടെ നിക്കണ്ട, വേഗം പറന്നു പോ. ഇവിടെ നിന്ന അപകടമാണ്. പോ മോനെ ദിനേശ, പോ. നിന്നെ ഞാൻ വന്ന് നിന്റെ വീട്ടിൽ വന്ന് കണ്ടോളാം. പോ മോനെ ദിനേശ, പോ. നീ ഒരു വിദൂഷകനാണ്. നിന്നെ നാം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാം. ആ, തീർച്ചയായും വരാൻ ഞാൻ. ഇപ്പൊ താങ്കൾ അകത്തേക്ക് വന്ന് കുറച്ച് വിക്രമിച്ചാലും. നീ ഉദ്ദേശിച്ചത് വിശ്രമിക്കാമെന്നാണോ? ആ അതെ, അത് എന്നെ ഉദ്ദേശിച്ചത്. വന്ന് വിശ്രമിച്ചാലും. ജോർദാറെ, മഹാരാജാവിനെ അകത്തേക്ക് കൊണ്ടുപോ. എന്റെ ബായ്, എന്താ ഇവിടെ നടക്കുന്നത്? അത് രാജാപുരിയിലെ രാജാവാണ്. അദ്ദേഹം അബദ്ധത്തിലെ 1735 2021 വന്നു. ചിലർക്ക് തെറ്റുപറ്റി കഴിഞ്ഞാൽ ചിലപ്പോ ഫ്ലാറ്റ് മാറി കയറാറുണ്ട്. പക്ഷെ ഈ വർഷം മാറി എങ്ങനെയാ കയറുന്നേ? എടാ, അത് ടൈം മെഷീനിലൂടെ പോകാൻ കഴിയും. ഇപ്പൊ ഞങ്ങൾക്ക് നിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. സംശയമുണ്ടോ? അതിനെന്താ, ഞാൻ നിങ്ങളെ സഹായിക്കാൻ എപ്പോഴേ റെഡിയാണ്. എന്നാ പറഞ്ഞോ, എന്താ ഞാൻ ചെയ്യണ്ടേ? ആക്ടിങ് 1735 ഒരു കള്ളന്റെ ലുക്കാ നിനക്കുള്ളത്. ഇപ്പൊ നീ കള്ളനായിട്ട് അഭിനയിക്കണം. ഇപ്പൊ അദ്ദേഹം നിന്നെ ശിക്ഷിക്കും. എന്നിട്ട് സന്തോഷത്തോടെ അദ്ദേഹം തിരിച്ചു പോകും. എന്റെ ബായ്, അതിനകത്ത് നമ്മുടെ മുറുക്കങ്കട നടത്തുന്ന രാജയല്ലല്ലോ, ശരിക്കുള്ള രാജാവല്ലേ. മാത്രമല്ല വാളുണ്ട്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളെല്ലാം ഇവിടെ തന്നെ കാണും. നിനക്കൊന്നും സംഭവിക്കില്ല. ആ പാവൻ രാജാവിനെ നമ്മൾ തീർച്ചയായും സഹായിക്കണം. ആദ്യം നീ ആ കാലഘട്ടത്തിലുള്ള ഡ്രസ്സ് എവിടെന്നെങ്കിലും ഒപ്പിക്കണം. എന്നിട്ട് അത് ഇട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇനി എന്തിനാ വേറെ ഒപ്പിക്കുന്നത്? അതേപോലെ തന്നെ ഒരു ഡ്രസ്സ് എന്റെ കയ്യിൽ വേറെ ഉണ്ട്. ഇനി നമുക്ക് രാജാവിനെ തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റും കൊച്ചളിയാ. വാ, നമുക്ക് രാജാവിനോട് പോയി പറയാം. രാജൻ, മഹാരാജൻ, ആ കള്ളനെ കുറിച്ചുള്ള വിവരം കിട്ടി. എവിടെയാണ് കള്ളൻ? നാം അവരെ ശിക്ഷിക്കുന്നതാണ്. അവനവിടെ കോട്ടയിലുണ്ട്. വേഗം വാ.
എന്റെ വീട്ടിലെ പട്ടി സ്കൂബിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഷോബിയാണ്. ഫോട്ടോഗ്രാഫി എനിക്ക് ഇഷ്ടപ്പെട്ട ഹോബിയാണ്. അല്ല, ഇവരിവിടെ എന്ത് ചെയ്യുകയാണ്? എവിടെയാണ് കള്ളൻ? ഇച്ചി, ചി, 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 ചി. ദേ നിൽക്കുന്നു, അവിടെ ഒളിച്ചു നിൽക്കുക. ദാ നിൽക്കുന്നു താങ്കളുടെ കള്ളൻ. ഇവന് ശിക്ഷ എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പൊയ്ക്കോളൂ. ഞങ്ങൾ ഇവന് ശിക്ഷ കൊടുത്തോളാം. വേണ്ട, ഇവരെ നാം നേരിട്ട് ശിക്ഷിക്കും. രാജൻ, മഹാരാജൻ, അടുത്തെന്ന് വിടൂ. ഖജനാവ് കൊള്ളയടിച്ചതിന് വധശിക്ഷയൊന്നും വിധിക്കരുത്. എന്റെ അമ്മച്ചി, ഇവന്മാരെനിക്കിട്ട് മുട്ടം പണിയാണല്ലോ തന്നത്. ദാ അവൻ കടന്നു കളയാണ്. അവരെ നാം ശിക്ഷിച്ച് തീർന്നില്ല. ഇച്ചി, ചി, 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 ചി. എന്റെ ഭായി, നീയല്ലേ പറഞ്ഞത് ഇയാളെ ശിക്ഷിക്കൊന്ന്. പക്ഷെ നിങ്ങൾ രക്ഷിക്കുന്നതിന് മുമ്പ് ഇയാൾ എന്നെ പിടിച്ച് കൊന്ന് ഭക്ഷിക്കുന്ന തോന്നേ. മഹാരാജാവേ, കുതിരയെ നിർത്ത്. ഇനി താങ്കൾ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോണം. ഇല്ല, ഇവിടെ നാം വലിയൊരു ശിക്ഷ കൊടുത്തിട്ടേ തിരിച്ചു പോകൂ. കൊമ്പം മീശക്കാര, ഇവിടെ വരൂ. താൻ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നത്? താൻ എന്തൊക്കെയാ ഇവിടെ ചെയ്യുന്നത്? താൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഇവരെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? കൊമ്പം മീശക്കാര. ഡോക്ടർ ബാലു, താങ്കൾക്ക് എങ്ങനെയാണ് ഇദ്ദേഹത്തെ അറിയാവുന്നത്? താങ്കൾക്ക് മുൻപരിചയമുള്ള ആളാണോ? ഇദ്ദേഹം ഈ കോട്ടയിലെ പ്രഭുവായിരുന്നു, ഗുപ്തരാജ്. അല്ലല്ല, ഇദ്ദേഹത്തിന്റെ പേര് രാജമഹാരാജ എന്നാണ്. 1735 വന്നിരിക്കുന്നത്. നിന്റെ തലയ്ക്ക് വട്ടാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. നിന്റെ തലച്ചോറിന് പകരം അതിനകത്ത് കളിമണ്ണാണ്. വേഗം നിന്റെ തലയൊന്ന് കഴുകൂ. ഇത് ഞാൻ പറഞ്ഞ രാജാവ് തന്നെയാണ്, ഈ കോട്ടയുടെ തലവൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെന്റെ നല്ലൊരു സുഹൃത്താണ്, ഒരു ബെസ്റ്റ് ആക്ടറാണ്. എടാ ഹണി, നീയല്ലേ പറഞ്ഞത് ഇദ്ദേഹം ടൈം മെഷീൻ വഴിയാണ് വന്നേന്ന്? അതെ, ഇദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞത്. അത് മെഷീൻ അല്ല, ദാ മുഷീനാണ്. ഇതെന്റെ കുതിരയുടെ പേരാണ്, മുഷീൻ. ഇച്ചി, ചി, 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 ചി. ഒരു മിനിറ്റ്, അഥവാ നിങ്ങൾ 1735 വന്നിരിക്കുന്നതെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഈ 1735 തോത്താറാവിന്റെ ഫോട്ടോ എവിടുന്നാ കിട്ടിയത്? എന്റെ ഭായ്, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരു മാഗസിന്റെ ഫോട്ടോഗ്രാഫർ വന്ന് അയാളുടെ സ്റ്റുഡിയോയിൽ വെക്കാനായിട്ട് ഒരു ഫോട്ടോ ചോദിച്ചപ്പോ കൊടുത്തതാണ്. കണ്ടില്ലേ, ഞാൻ ഇന്നും സെയിം കോസ്റ്റ്യൂം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ വരൂ. ഇത് മഹേഷ് പ്രസാദ് ആണ്, ഒരു ആക്ടറാണ്. ഇടയ്ക്കിടയ്ക്ക് മഹാരാജാവായിട്ട് മാറാറുണ്ട്. നന്നായിട്ട് അഭിനയിക്കുന്ന ആളുമാണ്. ഇയാൾ ഏതെങ്കിലും ഒരു വേഷം ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ആ ക്യാരക്ടറായി മാറിക്കൊണ്ടിരിക്കും. ഈ തലതെറിച്ച ഹണി കാരണോ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്? സംശയമുണ്ടോ? മഹാരാജൻ, എനിക്ക് അങ്ങോട്ട് വാളൊന്ന് തരാമോ? ഞാനൊക്കെ കൺഫ്യൂഷനായി പോയി. സോറി കൊച്ചളിയാ. വരൂ മഹേഷ് പ്രസാദ്, തനിക്ക് ഞാൻ മഹാബലിയുടെ ക്യാരക്ടറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം.